അങ്ങനെ മക്കളെയൊക്കെ സ്കൂളിൽ ഇതാ കയറ്റി വിടാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. മഴക്കാലത്ത് ഇങ്ങനെ ചെറുതായിട്ടല്ല നല്ല വെയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ടെൻഷനാണ്. കാരണം അടുത്ത കൊല്ലം മഴക്കാലത്തല്ല വേനൽക്കാലത്ത് ഇനി വെള്ളം ഉണ്ടാവുമോ, വെള്ളം കമ്മി ഉണ്ടാവുമോ എന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചു. പക്ഷെ മഴ ഒരാഴ്ച നിന്ന് പെയ്താലോ, അപ്പോൾ മഴയ്ക്കായിരിക്കും കുറ്റം. ഈ മഴ എന്താ അത്, പുറത്തിറങ്ങാനും പറ്റാത്ത അവസ്ഥ. ഇത്തിരി വെയിലുണ്ടായിരുന്നെങ്കിൽ ഒന്ന് പുറത്തിറങ്ങായിരുന്നു നമ്മൾ. അങ്ങനെ മക്കളൊക്കെ സ്കൂൾ വണ്ടി കയറ്റി വിട്ട ശേഷം വേഗം വന്ന് അലക്കി കഴിഞ്ഞിട്ട് ഇതാ മീനുണ്ടായിരുന്നു കേട്ടോ, നല്ല മത്തി ഉണ്ടായിരുന്നു. അപ്പോൾ മത്തിയൊക്കെ കറി ഉണ്ടാക്കി മസാല ഇട്ട് വെച്ചു പൊരിക്കാനൊക്കെ ഉള്ളത്. പിന്നെ കുറച്ച് വെള്ളപ്പയർ എടുത്തിട്ട് കുക്കറിൽ വെച്ചിട്ട് ഞാൻ വേഗം പോയി അടിച്ചു വരാൻ വേണ്ടി. ഇന്ന് ഞാനിപ്പോൾ സ്റ്റെയറും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം 2 ദിവസം മുന്നേ വിറകെടുത്തപ്പോൾ സ്റ്റെയറിൽ കൂടെ ഒക്കെ നിറച്ച് കുട്ടികൾ വിറകിൻ്റെ ഇതിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും പൊടിയും മണ്ണും ഇതൊക്കെ ഉള്ളത്. ആ ഒരു വിറകിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതലും അടിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ തൊലിയും പിന്നെ അതുപോലെ തന്നെ പേപ്പറും പിന്നെ കുട്ടികളുടെ ഹെയർ ബാൻഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ കൂടുതലും അടിച്ചു വരുമ്പോൾ. ഞാനിവിടെ എല്ലാ ദിവസവും തുടയ്ക്കാറില്ല കേട്ടോ. ഒരു 2-3 ദിവസമൊക്കെ കൂടുമ്പോഴാണ് തുടയ്ക്കാറുള്ളത്. കാരണം നമ്മൾ കുഴൽക്കിണത്തെ വെള്ളം ആയതുകൊണ്ട് തന്നെ ഡെയിലി തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈൽസ് ഇങ്ങനെ നിരക്കാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം തുടയ്ക്കാറില്ല കേട്ടോ. പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയാൽ അങ്ങനെ ചവിട്ടി നടക്കാനും നാശാക്കാനൊന്നും ഇവിടെ ആൾക്കാരില്ല. തുടക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അത് ശേഷമാണ് കേട്ടോ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു. ഇതേപോലെ മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇതിനൊക്കെ നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിൻ്റെ റിവ്യൂ ഇട്ടിട്ട് നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഈ ഒരു 2 ഷോർട്ട് കുർത്തീൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു 2 ഷോർട്ട് കുർത്തിയും പാടെ 300 രൂപയ്ക്കാണ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് ഞാൻ ഇവിടെ കൊടുക്കാം. അതിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. ലൈലാസ് ഹോംലി വൈബ്സ് എന്നാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര് വരുന്നത്. അതിൽ പോയിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ സുഖമാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാനാണ് കേട്ടോ ഒത്തിരി പാട്. അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് മക്കളെ കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.